നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതിൻ്റെ ആർട്ടിക്കിൾസ്, അതിൻ്റെ ഒരു 4 സെക്ഷൻ, അതായത് അതിൻ്റെ ഡ്യൂട്ടീസ്, ഫങ്ഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയുടെ നോട്ട്സാണ്, അവിടെ നിന്ന് എടുത്തിട്ടുള്ള നോട്ട്സാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, എല്ലാവർക്കും ഉള്ള ഒരു ടോപ്പിക്കാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലീഷ് കണ്ടിട്ട് ആരും കളഞ്ഞിട്ട് പോകണ്ട, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ പഠിച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം മിക്ക ക്വസ്റ്റ്യൻസും ഇപ്പം നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് +2-നൊക്കെ അറ്റോർണി ജനറലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ CAGയെ പറ്റിയിട്ടൊക്കെ, അഡ്വക്കേറ്റ് ജനറലിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ആ ചോദ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റിൽ നിന്നും ഡയറക്റ്റ് വന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ 10th ക്ലാസ് ലെവലിൽ ഇത് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റോർണി ജനറലിൻ്റെ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനം പഠിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കണം. അത് ഇന്ന പുസ്തകത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. എല്ലായിടത്തും കണ്ടന്റ് ഒന്നായിരിക്കും, അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. സോ ഇത് നമ്മൾ 2-3 പാർട്ടായിട്ടായിരിക്കും ബാക്കി എല്ലാ ക്ലാസ്സും കൂടെ എടുക്കുന്നത്. ഇത് ഫസ്റ്റ് പാർട്ട് ഞാൻ ഫസ്റ്റ് പാർട്ടെന്ന് തന്നെ ഇട്ടിരിക്കാം. അപ്പോൾ ആദ്യത്തെ പാർട്ട് കണ്ടതിന് ശേഷം അടുത്ത പാർട്ട് വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാനിവിടെ ശ്രമിക്കുക. ഇതിൻ്റെ PDF ഒന്നിച്ച് നമ്മൾ ടെലഗ്രാമിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നോക്കുക, എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി? എന്തിനെയാണ് നമ്മൾ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണഘടന ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്തിനെയാണ്? Those bodies whose formation is prescribed by the Indian Constitution itself are known as constitutional bodies. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഈ സ്ഥാപനങ്ങളെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. They derive their powers and authority from the Indian Constitution. ഈ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവരുടെ അതോറിറ്റിയും അവരുടെ പവറും എല്ലാം കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെയാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ ഈ സ്ഥാപനങ്ങൾ, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങളുടെ എല്ലാം പവറുകൾ ഇതൊക്കെയാണെന്നും നിങ്ങൾക്ക് ഇന്ന അതോറിറ്റി ഉണ്ടെന്നും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭരണഘടനാ പരമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കും. A constitutional amendment is often required to change any power of functions related to such bodies. ഈ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനകത്ത്, അവരുടെ പവറിനകത്ത്, അവരുടെ ആ ഒരു ഫങ്ഷൻസിനകത്ത് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? ഭരണഘടനാ ഭേദഗതിയോടുകൂടി മാത്രമേ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്ന് വിചാരിക്കുന്നു. എന്താണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് ഇതിൻ്റെ ഫോർമേഷനെ പറ്റിയിട്ട്, ഇതിൻ്റെ പവറിനെ പറ്റിയിട്ട്, ഇതിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയിട്ട് എല്ലാം ഭരണഘടനയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ പവറും അതോറിറ്റിയും എല്ലാം, അതായത് ഈ സ്ഥാപനങ്ങളുടെ പവറും അതോറിറ്റിയും എല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഇതിന് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരം മാത്രമേ ഇതിന് ചേഞ്ച് വരുത്താൻ സാധിക്കത്തുള്ളൂ. എന്താ ഇത് എന്ന് പറഞ്ഞെന്ന് മനസ്സിലായോ? ഭരണഘടനാ സ്ഥാപനം. ആ ഭരണഘടനാ സ്ഥാപനം പ്രധാനമായിട്ടും ഒരു 20 എണ്ണത്തോളം ഉണ്ട്. ആ 20 എണ്ണവും അത് പരാമർശിക്കപ്പെടുന്ന ആർട്ടിക്കിൾസുമാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്. ലിസ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇൻ ഇന്ത്യ ഏകദേശം 20 എണ്ണമാണുള്ളത്. ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു ഭരണഘടന പരാമർശിക്കുന്ന ഒരു പവറാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 76-ലാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റി പ്രതിപാദിക്കുന്നത്. പഠിച്ചു വെക്കുക, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ 76-ാം ആർട്ടിക്കിളിലാണ് പരാമർശിക്കുന്നത്. രണ്ടാമത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ 148-ാം ആർട്ടിക്കിൾ പരാമർശിക്കുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. 3, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ്. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് അതും എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ ഒരു പൊസിഷനാണ്. ആർട്ടിക്കിൾ 165-ലാണ് ഇതിനെ പറ്റിയിട്ട് പരാമർശിക്കുന്നത്. 4, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ 243(i)-ലാണ് ആർട്ടിക്കിൾ പരാമർശിക്കുന്നത്.
സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ പറ്റിയിട്ട് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 243I. അതുപോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ 243K, ആർട്ടിക്കിൾ 243Kയും ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി 243ZD പഠിച്ചു വെക്കുക. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി 243ZD, മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി 243ZE ആർട്ടിക്കിളിലാണ് പരാമർശിക്കുന്നത്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ 263ലും ഫിനാൻസ് കമ്മീഷൻ 280ലും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ GST കൗൺസിൽ 279Aയിലും ങൾPSC പബ്ലിക് സർവീസ് കമ്മീഷൻ 315 മുതൽ 323 വരെയും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ 315 മുതൽ 323 വരെയും, അതായത് ങൾPSC സ്റ്റേറ്റ് രണ്ടും വ്യത്യസ്ത ആർട്ടിക്കിളാണെന്നേ ഉള്ളൂ, രണ്ടും ഒരുമിച്ച് പഠിച്ചു വയ്ക്കാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 324 ആർട്ടിക്കിൾ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് SC 338 ആർട്ടിക്കിൾ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് 338A ആർട്ടിക്കിൾ. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് 338B. ഷെഡ്യൂൾഡ് ഏരിയ ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കമ്മീഷൻ 339. ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ 340. ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ ആൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മിറ്റി ഓഫ് പാർലമെന്റ് 344. സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി 350B. ഇത്രയുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ തെറ്റിച്ചു പോകരുത്, ഓരോന്നും അതിൻ്റെ ആർട്ടിക്കിൾസും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എത്ര കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട് ഇന്ത്യക്ക്? 20 എണ്ണം ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. 20 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതിൻ്റെ എല്ലാം ആർട്ടിക്കിൾസ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക ഇനിയുള്ള എല്ലാ എക്സാംസിനും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിനെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ്, അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആൻസർ എഴുതാൻ പറ്റൂ. സോ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ഇതുപോലെ തന്നെ, അതായത് പോയിന്റ് വൈസ് പഠിക്കേണ്ടവർക്ക് പോയിന്റ് വൈസ് പഠിക്കുക, അതല്ല പാരഗ്രാഫ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും പഠിക്കാം. ആർട്ടിക്കിൾ 76 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറലിനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ 76 എന്താണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 76 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നത്. പഠിച്ചല്ലോ. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ദ കൺട്രി. അതായത് രാജ്യത്തിലെ ഏറ്റവും ഹയസ്റ്റ് ലോ ഓഫീസറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ്. ഇതൊരു ചോദ്യമായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് എക്സാമിന്. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദി ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ദ കൺട്രി. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് എന്തായിട്ട് കാണുന്നത്? ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ദി കൺട്രി. രാജ്യത്തിലെ ഏറ്റവും വലിയ ലോ ഓഫീസറായിട്ട് കാണപ്പെടുന്നത് അറ്റോർണി ജനറലിനെയാണ്. 76 ആർട്ടിക്കിൾ പ്രകാരമാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത്. ഹി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ആൻഡ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ഹിസ് പ്ലഷർ. ആര് അപ്പോയിന്റ് ചെയ്യും? പ്രസിഡന്റ് ആണ് ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ കാലാവധി പറയുന്നില്ല. അദ്ദേഹത്തിന് പ്രസിഡന്റിന് എത്രത്തോളം നാൾ അദ്ദേഹത്തിനെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ അത്രയും നാൾ അദ്ദേഹത്തിന് അവിടെ തുടരാം. A person who is qualified to be appointed as the judge of the Supreme Court is eligible for the office of Attorney General of India. Qualification കൃത്യമായിട്ട് പറയുന്നുണ്ട്. A person who is qualified to be appointed as the judge of Supreme Court. അതായത് സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ് അല്ല, ജഡ്ജ് ആവാൻ എന്ത് ക്വാളിഫിക്കേഷൻ വേണോ അതേ ക്വാളിഫിക്കേഷൻ ആയിരിക്കണം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആവാനും വേണ്ടത്. അപ്പം 76 ആർട്ടിക്കിൾ അറ്റോർണി ജനറലിനെ പറ്റി പറയുന്നു. അതുപോലെ ഹയസ്റ്റ് ലോ ഓഫീസറാണ് രാജ്യത്തെ. അത് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. പ്രത്യേകം ടെനർ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് എന്താണ് റിമൂവ് ചെയ്യുന്നതും അല്ലെങ്കിൽ എത്ര നാൾ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നതും എല്ലാം പ്രസിഡന്റ് തന്നെയാണ്. ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? സുപ്രീം കോർട്ടിന്റെ ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷനാണ് അറ്റോർണി ജനറൽ ആവാനും വേണ്ടത്. ഇനി ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ, ടു അഡ്വൈസ് ദ ഗവൺമെന്റ് ഓൺ ലീഗൽ മാറ്റേഴ്സ് റെഫർ ടു ഹിം ബൈ ദി പ്രസിഡന്റ്. ഗവൺമെന്റിന്റെ ലീഗൽ മാറ്റേഴ്സ് എല്ലാം അഡ്വൈസ് കൊടുക്കുക. ഇതും +2 ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ടു അഡ്വൈസ് ദ ഗവൺമെന്റ് ഓൺ ലീഗൽ മാറ്റേഴ്സ് റെഫർ ടു ഹിം ബൈ ദി പ്രസിഡന്റ്. അതായത് ഗവൺമെന്റിന്റെ ലീഗൽ മാറ്റേഴ്സിലെല്ലാം അഡ്വൈസ് കൊടുക്കുക. ആര് റെഫർ ചെയ്യുന്നത്? പ്രസിഡന്റ് റെഫർ ചെയ്യുന്ന കേസുകളിൽ. ടു അപ്പിയർ ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ സുപ്രീം കോർട്ട് ഇൻ ഓൾ ദി കേസസ് കൺസേണിംഗ് ദി ഗവൺമെന്റ്. സുപ്രീം കോർട്ടിൽ അപ്പിയർ ചെയ്യുക. ആർക്ക് വേണ്ടിയിട്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബിഹാഫായിട്ട് സുപ്രീം കോടതിയിൽ അപ്പിയർ ചെയ്യാനുള്ള ആ ഒരു
ചുമതല ആർക്കാണ്? അറ്റോർണി ജനറലിനാണ്. ടു റെപ്രസെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ദ റെഫറൻസസ് മെയ്ഡ് ബൈ ദ പ്രസിഡന്റ് ടു ദ സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 143. അത് പഠിച്ചു വെക്കുക. ടു റെപ്രസെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ദ റെഫറൻസ് മെയ്ഡ് ബൈ ദ പ്രസിഡന്റ് ടു ദ സുപ്രീം കോർട്ട്. ഏത് ആർട്ടിക്കിൾ പ്രകാരമായിരിക്കണം? ഗവൺമെന്റിനെ അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ പ്രസിഡന്റിന്റെ ആവശ്യപ്രകാരം അപ്പിയർ ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം? 143 പ്രകാരം. ടു അപ്പിയർ ഇൻ ഹൈക്കോർട്ട് ഇൻ ദ കേസസ് കൺസേണിംഗ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വെൻ റിക്വയർഡ്. സുപ്രീം കോടതിയിൽ അപ്പിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ എന്തെങ്കിലും തരത്തിൽ ആവശ്യം വന്നാൽ ഹൈക്കോടതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആളായിട്ട് അപ്പിയർ ചെയ്യാനുള്ള ഡ്യൂട്ടിയും അറ്റോർണി ജനറലിന് ഉണ്ട്. അപ്പം 4 ഡ്യൂട്ടീസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി റൈറ്റ് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് പ്രിവിലേജ് ഓഫ് ആൻ MP എന്ന് ഓർത്ത് വെച്ചേക്കാം. മെമ്പർ ഓഫ് പാർലമെന്റിന്റെ പ്രിവിലേജ്, അതിവിടെ എഴുതിയിട്ടില്ല. മെമ്പർ ഓഫ് പാർലമെന്റിന്റെ പ്രിവിലേജ് ആർക്കുണ്ടായിരിക്കും? അറ്റോർണി ജനറലിനുണ്ടായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അറ്റോർണി ജനറൽ ഹാസ് ദ റൈറ്റ് ടു ഓഡിയൻസ് ഇൻ ഓൾ ദ കോർട്ട്സ് ഇൻ ദ അതായത് ഇന്ത്യയിലെ ഏത് ടെറിട്ടറിക്കകത്തെ ഏത് കോർട്ടിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് എന്താണ്? റൈറ്റ് ടു ഓഡിയൻസ്, അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, ക്യാൻ അറ്റൻഡ് ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ ബട്ട് കനോട്ട് വോട്ട്. ഇതും ഒരു ചോദ്യമായിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. റൈറ്റ് ടു ഓഡിയൻസ് ഇൻ ഓൾ കോർട്ട് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഒന്നെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. എല്ലാ കോർട്ടിലും ഓഡിയൻസ്, അതായത് റൈറ്റ് ടു ഓഡിയൻസിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ വോട്ടവകാശം ഇല്ല. MP-യുടെ പ്രിവിലേജ് ഉണ്ടെന്ന് ഓർക്കുക. പ്രിവിലേജ് ഓഫ് ആൻ MP, മെമ്പർ ഓഫ് പാർലമെന്റിന്റെ പ്രിവിലേജ് ഉണ്ട് അദ്ദേഹത്തിന്. He has the right to speak and take part in the parliamentary proceeding. He does not enjoy the right to vote. അതാണ് ഉദ്ദേശിക്കുന്നത്. പാർലമെന്ററി പ്രൊസീഡിങ്സിനകത്ത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇതായിരുന്നു ചോദ്യം. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. All the privilege and immunities available to a member of parliament are granted to the attorney general. മെമ്പർ ഓഫ് പാർലമെന്റിന്റെ എല്ലാ പ്രിവിലേജസും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ആരാണ് അറ്റോർണി ജനറൽ? ഹയസ്റ്റ് ലോ ഓഫീസർ ആണ്. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. 76 ആണ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ റൈറ്റ്സ് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ: പ്രിവിലേജ് ഓഫ് ആൻ MP, റൈറ്റ് ഓഫ് ആൻ ഓഡിയൻസ് ഇൻ ഓൾ ഇന്ത്യൻ കോർട്ട്സ്, അതുപോലെ ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, പക്ഷെ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ആളാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അത് ആർട്ടിക്കിൾ 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ പറ്റിയിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 148 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ആൻ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. എന്താണ്? 148 പ്രകാരമാണ് എന്ത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസിനെ, അതായത് ഇൻഡിപെൻഡന്റ് ഓഫീസിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈസ് കൺസിഡർഡ് ആസ് ദി ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്. പബ്ലിക് പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? പബ്ലിക് ചെലവുകളുടെ ഗാർഡിയനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. Along with the Supreme Court, the Election Commission, Union Public Service Commission, the office of CAG is treated as one of the bulwarks of the democratic system. അത് ഓർക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ 65 ഇയേഴ്സ് എന്നുള്ളൊരു ഇതുണ്ട്. ആദ്യം നമ്മൾ തെറ്റിക്കാതിരിക്കാനായിട്ട് ഓർക്കുക. അറ്റോർണി ജനറലിൻ്റെ കാര്യം അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് എന്തില്ല, ഇത്ര വയസ്സ് വരെ അല്ലെങ്കിൽ ഇത്ര വർഷം വരെ എന്നില്ല. എന്നാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തുണ്ട്? അദ്ദേഹത്തിന് റിമൂവൽ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം എത്ര നാൾ ഇരിക്കണം എന്നുള്ളതിന് കൃത്യമായ ഒരു കാലാവധിയുണ്ട്. അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. അത് അപ്പോയിന്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് പ്രസിഡന്റ് തന്നെയാണ്. എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് CAG ബൈ എ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. ഒരു വാറന്റ് പുറപ്പെടുവിക്കുന്നു. ആരാണ്? പ്രസിഡന്റ്. ബൈ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ, സീലോട് കൂടി അല്ലെങ്കിൽ ഒപ്പിട്ടതിന് ശേഷം ഒരു വാറന്റ് പുറപ്പെടുവിക്കുന്നു. അങ്ങനെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഹി ഹോൾഡ്സ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 6 years ഓർ അപ് ടു ഏജ് ഓഫ് 65. ഒന്നുകിൽ 65 വയസ്സ് അല്ലെങ്കിൽ 6 വർഷം, ഏതാണോ ആദ്യമാവുന്നത് അതിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ വിരമിക്കൽ സമയം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പം CAG അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ബൈ എ വാറന്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. ഹി ഹോൾഡ്സ് ഓഫീസ് ഫോർ എ പീരീഡ് ഓഫ് 6 years ഓർ അപ് ടു ദ ഏജ് ഓഫ് 65 years. ഏതാണോ ആദ്യം, 65 വയസ്സ് അല്ലെങ്കിൽ 6 വർഷം, ഏതാണോ ആദ്യം അതിന് അദ്ദേഹം വിരമിക്കണം.
അതുപോലെ CAG ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ഇൻ ദ സെയിം മാനർ ആസ് എ ജഡ്ജ് ഓഫ് ദി സുപ്രീം കോടതി. അത് പഠിച്ചു വെക്കാം. നമ്മൾ പറഞ്ഞു അറ്റോർണി ജനറലിന്റെ കേസിൽ പ്രസിഡന്റിന് ഇഷ്ടമുള്ളിടത്തോളം കാലം ഇരിക്കാം അല്ലേ. എന്നാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്, എങ്ങനെയാണോ സുപ്രീം കോർട്ടിലെ ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് അതേ പ്രൊസീജിയറിൽ കൂടെ വേണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ റിമൂവ് ചെയ്യാൻ. അതുപോലെ ഓൾ ദി എക്സ്പെൻസസ് ഓഫ് ദി ഓഫീസ് ഓഫ് CAG ആർ ചേഞ്ച്ഡ് ഓൺ ദി ചാർജ്ഡ് ഓൺ ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം എക്കണോമിക്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയുടെ എക്സ്പെൻസസ് എടുക്കുന്ന ഫണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഫണ്ട് ഇന്ത്യയിലേക്ക് വരാറുണ്ട് അല്ലെ, നമ്മുടെ ഖജനാവിലേക്ക് വരാറുണ്ട്. ആ ഖജനാവിലേക്ക് വരുന്ന ഫണ്ട് എല്ലാം കൂടെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഇടുന്ന ടാക്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് വരുന്നത്. ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് നമ്മൾ നമ്മുടെ എക്സ്പെൻസസ് എല്ലാം, അതായത് സാലറി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അപ്പോൾ ഓർക്കുക, എല്ലാ എക്സ്പെൻസും ആരുടെ CAGയുടെ എല്ലാ എക്സ്പെൻസും ഇന്ത്യ കൊടുക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നായിരിക്കും കൊടുക്കുന്നത്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓൾ ദി എക്സ്പെൻസസ് ഓഫ് ദി ഓഫീസ് ഓഫ് CAG ആർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. എവിടെ നിന്നായിരിക്കും? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നായിരിക്കും ചാർജ് ചെയ്യുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? സുപ്രീം കോടതിയിലെ ജഡ്ജിനെ പോലെ ആയിരിക്കും റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് സാലറിയും എന്തായിരിക്കും? സുപ്രീം കോടതി ജഡ്ജിയോട് ഈക്വൽ ആയിരിക്കും. ജഡ്ജി മീൻസ് ചീഫ് ജസ്റ്റിസ് അല്ല, ജഡ്ജിനോട് ഈക്വൽ ആയിരിക്കും. ഇനി ഡ്യൂട്ടീസ് പഠിക്കാം. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 149 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഡ്യൂട്ടിയെ പറ്റി പറയുന്നത്. 148 പറയുന്ന അപ്പോയിന്റ്മെന്റ് ഓഫ് ദി CAG ആണെങ്കിൽ 149 പറയുന്നത് എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് CAG ആണ്. All the accounts related to the expenses from the Consolidated Fund of India, Consolidated Fund of the State and Union Territories are audited by CAG. CAGയുടെ ജോലി എന്താണ്? ഓഡിറ്റ് ചെയ്യുക. എന്താ ഓഡിറ്റ് ചെയ്യേണ്ടത്? പണത്തിന്റെ വരവ് അല്ലെങ്കിൽ പോക്ക് അങ്ങനെയുള്ള എക്സ്പെൻസസ് എല്ലാം. അപ്പം എന്താ പ്രധാനമായിട്ട് ഓർക്കേണ്ടത്? എല്ലാ അക്കൗണ്ടും റിലേറ്റഡ് ടു എക്സ്പെൻസസ് ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി, അതായത് ചെലവുകൾ എവിടെ നിന്ന് വന്നിട്ടുള്ളത്? ഒന്ന് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, രാജ്യത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള ചെലവ്, അത് ഓഡിറ്റ് ചെയ്യണം. അതുപോലെ എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടെന്ന്, ഇതെല്ലാം ഓഡിറ്റ് ചെയ്യേണ്ട ജോലി ആരെയാണ്? CAGയുടെ ആണ്. ഓൾസോ ദ എക്സ്പെൻഡിച്ചർ ഫ്രം കോണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ആർ ഓഡിറ്റഡ് ബൈ CAG. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആദ്യം 2 അക്കൗണ്ടിന്റെ പേരൂടെ പറഞ്ഞു അല്ലേ, 2 ഫണ്ടിന്റെ പേരൂടെ പറഞ്ഞു. ആ 2 ഫണ്ടും ഓഡിറ്റ് ചെയ്യേണ്ടത് ആരാണ്? CAG ആണ്. അപ്പോൾ ഓഡിറ്റ് എന്ന് ആലോചിക്കുമ്പോൾ CAG ഓർക്കാം. The net proceeds of the any tax or duty are ascertained by certified by CAG. പറയണ്ടല്ലോ, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർട്ടിഫൈ ചെയ്യണ ഇദ്ദേഹമാണ്. CAG ആക്ട് ആസ് എ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ഓഫ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഫിലോസഫർ ആയിട്ടും ഗൈഡായിട്ടും ഫ്രണ്ട്, അതായത് ഇവർക്ക് വേണ്ട രീതിയിലുള്ള കരുതൽ കൊടുക്കേണ്ടതും അല്ലെങ്കിൽ ഇവർക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കേണ്ടത്, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിക്ക് റെക്കമെൻഡേഷൻ കൊടുക്കേണ്ട ആളാണ് CAG. All the receipt and expenditure of body financed from the central or state revenue are also audited by CAG. All the receipt and expenditure of bodies financed from the central, അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എക്സ്പെൻഡിച്ചർ, അതായത് ചെലവുകളുടെ എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഇദ്ദേഹമാണെന്ന് ഓർത്തു വെച്ചേക്കാം. The audit of any other body as and when requested by the president or governor are audited by. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓഡിറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ബോഡിയുടെ എന്തെങ്കിലും ഓഡിറ്റ് പ്രശ്നങ്ങൾ വന്നു, ഗവർണറോ അല്ലെങ്കിൽ പ്രസിഡന്റോ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ആര് ഓഡിറ്റ് ചെയ്യണം? CAG ഓഡിറ്റ് ചെയ്യണം. അതുപോലെ CAG, അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് പ്രസിഡന്റിന് വെക്കേണ്ട 3 റിപ്പോർട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ടും ഇദ്ദേഹം 3 റിപ്പോർട്ടുകൾ പ്രസിഡന്റിന് മുമ്പിൽ വെക്കണം. അത് ഏതൊക്കെയാണ്? ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ ഫിനാൻസ് അക്കൗണ്ട്, ഓഡിറ്റ് റിപ്പോർട്ട് ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. ഈ 3 കാര്യങ്ങൾ ഇദ്ദേഹം പ്രസിഡന്റിന് മുമ്പിൽ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആരാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അടുത്ത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ്, അതും ചോദ്യമാണ്. ആർട്ടിക്കിൾ 165 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ ദ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടല്ലോ, അദ്ദേഹത്തെ പറ്റി പരാമർശിക്കുന്ന അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണ്? 165 പറയുന്നത്. ഹി ഈസ് കൺസിഡർഡ് ആസ് ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ്. ആരാണ് രാജ്യത്തെ ഏറ്റവും വലിയ ലോ ഓഫീസർ? നമ്മൾ ആദ്യം പറഞ്ഞ ആളാണ്. ആരായിരുന്നു? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ അല്ലെ. ഇനിയും സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ ലോ ഓഫീസർ ആരാണ്?
നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ആണ്. The Advocate General is appointed by the Governor and hold the office during his pleasure. പഠിച്ചു വയ്ക്കുക, അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അദ്ദേഹം എത്ര കാലം ഇരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഗവർണറുടെ ജോലിയാണ്. A person qualified to be appointed as a judge of high court is eligible for the office of Advocate General. അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷൻ വേണം? ഹൈക്കോർട്ടിന്റെ ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ തന്നെ വേണം. അപ്പൊ 165 പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ദ സ്റ്റേറ്റ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഹയസ്റ്റ് ലോ ഓഫീസർ അദ്ദേഹമാണ്. ആര് നിയമിക്കും? ഗവർണർ നിയമിക്കും, ഗവർണർ തീരുമാനിക്കും റിമൂവൽ. അതുപോലെ തന്നെ ആരാവണം? ഹൈക്കോർട്ടിന്റെ ജഡ്ജ് ആവാൻ ആരൊക്കെ ക്വാളിഫൈഡ് ആണോ അദ്ദേഹത്തിന് ആ ആൾക്കാരെ എല്ലാം തന്നെ നമുക്ക് അഡ്വക്കേറ്റ് ജനറലിന്റെ പൊസിഷനിലേക്ക് വെക്കാവുന്നതാണ്, നമുക്കല്ല ഗവർണർക്ക്. ഇനി ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് അഡ്വക്കേറ്റ് ജനറൽ എന്തൊക്കെയാണ്? ഡ്യൂട്ടീസ്: ടു അഡ്വൈസ് ദ ഗവൺമെന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഓൺ ദ മാറ്റേഴ്സ് റെഫേർഡ് ടു ഹിം ബൈ ഗവർണർ. ഗവർണർ പറയുന്ന അല്ലെ റെഫർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുന്നത് ആരായിരിക്കണം? അഡ്വക്കേറ്റ് ജനറൽ ആയിരിക്കണം. എന്ത് കാര്യത്തിൽ? കേസൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യത്തിൽ. ടു ഡിസ്ചാർജ് ദോസ് ഫങ്ഷൻസ് കൺഫേർഡ് അപ്പോൺ ഹിം ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുന്ന ഫംഗ്ഷൻസ് എല്ലാം തന്നെ ഇദ്ദേഹം ചെയ്യണം. ഹി ഹാസ് ദ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഓൺ ദ പ്രൊസീഡിംഗ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. ഹൗവർ ഹി ഡസ് നോട്ട്. അതായത് ഈ ചോദ്യവും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇദ്ദേഹത്തിനും എന്ത് ചെയ്യാം? രണ്ട് ഹൗസിലും ലോക്സഭ രാജ്യസഭയിലും എല്ലാം സംസാരിക്കാനുള്ള അധികാരമുണ്ട്, പക്ഷെ വോട്ടിനുള്ള അധികാരം ഇല്ല, വോട്ട് ചെയ്യാനൊക്കത്തില്ല. അപ്പൊ ഇവിടെ നിന്നായിരുന്നു നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ്, അറ്റോർണി ജനറൽ ഓഫ് ദ സ്റ്റേറ്റ്. ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പഠിച്ചു വെക്കുക. ലാസ്റ്റ് നമ്മൾ ഇവിടെ വരെ പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതേ രീതിയിൽ തന്നെ മതി മുന്നോട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും താഴെ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.